ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പൊ മക്കളെ നമ്മുടെ 5ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ ആയിരുന്നു ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് അല്ലെ. നമുക്ക് വരയ്ക്കാം വായിക്കാം എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. മിസ്സിന് അറിയാം നിങ്ങൾക്ക് അതില് ദിശ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം ഉണ്ട് അല്ലെ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, എല്ലാ മക്കൾക്കും ഡൗട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മളിതാ ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോ, അവിടെ അജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ എന്താണ്, അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, വി കൺസിഡർ ദ ഡയറക്ഷൻ ഫ്രം ദ വേർ ദ സൺ റൈസസ് ടു ദ ഈസ്റ്റ്. എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് ആ ഒരു ഭാഗത്തെ നമ്മൾ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സൂര്യൻ ഉദിക്കുന്ന എവിടെയാ, ദാ മിസ്സിന്റെ ഇവിടെയാണെങ്കിൽ എന്താ, അത് ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പണ്ടത്തെ കാലത്ത് ആദ്യ കാലങ്ങളിൽ എന്താണ്, യെസ് അവര് ആദിമ മനുഷ്യരുണ്ടാക്കിയ കേട്ടോ ആ സംഭവങ്ങളൊക്കെ. സൂര്യൻ എവിടെ ഉദിക്കുന്നത്, അത് കിഴക്ക്, അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താ പടിഞ്ഞാറ്. അത് മാത്രമാണ് എന്ത്, ഈസ്റ്റും വെസ്റ്റും മാത്രമാണെന്ത് അവർക്ക് അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെന്താണ് ഈ നോർത്തും സൗത്തും അപ്പൊ എവിടെ ആയിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോ അവരെന്ത് ചെയ്തു, അവരൊരു സംഭവം ഉണ്ടാക്കി. ഓക്കെ, അവർ പറഞ്ഞെന്താ വെച്ചാൽ അറിയോ, നമ്മള് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ സൂര്യൻ നേരെ നോക്കുകയാണെങ്കിൽ അത് കിഴക്ക്, അതിന്റെ ബേക്ക് എന്താണ് വെസ്റ്റ്, പടിഞ്ഞാറായിരിക്കും, ഓപ്പോസിറ്റ്. അപ്പോ നമ്മുടെ വലത് കൈ, നമ്മുടെ റൈറ്റ് ഹാൻഡ് എവിടെയാണോ ഉള്ളത്, അതായത് സൂര്യന് നേരെ നോക്കി നിൽക്കുമ്പോൾ രണ്ട് കൈ നമ്മളിങ്ങനെ നീർത്തി വെക്കുക. രണ്ട് കൈ എന്താണ് ഇങ്ങനെ നീർത്തി വെക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ്, നമ്മുടെ വലതു കൈ എവിടെയാണോ അവിടെയാണ് എന്ത്, സൗത്ത് എവിടെയാ, യെസ് തെക്ക് കേട്ടോ. എവിടെയാ, അപ്പം ഇടത് കൈ എവിടെയാ ഉണ്ടാവുക, നോർത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ സൂര്യൻ നേരെ ഞാൻ നോക്കി നിൽക്കുകയാണ്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ അത് ഈസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ രണ്ട് കൈ ഇങ്ങനെ ആക്കിയിരിക്കുന്ന സൂര്യൻ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ വലത് കൈ എവിടെയാണോ, നമ്മുടെ വലത് കൈ എവിടെയാണോ, ഫുഡ് കഴിക്കുന്ന കൈ എവിടെയാണോ ഉള്ളത് ആ ഒരു ഭാഗത്തെ നമ്മൾ സൗത്ത് എന്നും, പിന്നെയോ ഇടത് കൈ നമ്മൾ എന്ത് വിളിക്കുന്നു, നോർത്ത് എന്ന് വിളിക്കുന്നു. അപ്പൊ അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നോക്കിക്കോ, ആദ്യം നിങ്ങൾ നോർത്ത് സൗത്ത് മറന്നു പറയാ. നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ അജി നേരെ നോക്കി നിൽക്കുന്നത് സൂര്യന് നേരെയാണല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാ നോക്കിക്കോ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിങ്. അജി ഫേസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനാ, അത് അവൻ സൂര്യനെ നോക്കി നിൽക്കുകയല്ലേ. അപ്പൊ അജി ഫേസ് ചെയ്യുന്ന ആ ഡയറക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, യെസ് ഈസ്റ്റ് അല്ലെ, കിഴക്കാണ്, ഈസ്റ്റ് ഭാഗത്താണ് അജി ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്, യെസ് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്. ഓക്കെ, ദെൻ അടുത്ത നോക്കിയോ, ടു വിച്ച് ഡയറക്ഷൻ ഹാസ് അജി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ്, വാട്ട് അബൌട്ട് ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ അജി നോക്കി നിൽക്കുന്ന സമയത്ത് അജിയുടെ റൈറ്റ് ഹാൻഡ്, വലതു കൈ എവിടെയായിരിക്കും, മിസ് പറഞ്ഞില്ലേ, സൂര്യന് നേരെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ രണ്ട് കൈ ഇങ്ങനെ നീട്ടി വെക്കുക. എന്നിട്ട് നമ്മുടെ വലതു കൈ എവിടെയാണോ, നമ്മുടെ റൈറ്റ് ഹാൻഡ് എവിടെയാണോ അവിടെ സൗത്ത് ആണ്, അപ്പുറത്തെ കൈയോ നോർത്ത് ആണ്. അപ്പൊ എവിടെയാ വലതു കൈ അല്ലെ റൈറ്റ് ഹാൻഡ് എവിടെയാ പറയുന്നത്, യെസ് സൗത്ത് ഭാഗത്താണ് കേട്ടോ, സൗത്ത് ആണ്. സൗത്ത് അല്ലെങ്കിൽ തെക്ക്. ഓക്കെ, അപ്പൊ അവന്റെ എന്താ മറ്റേ കൈയോ, ഇടത് കൈ എവിടെയായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് എവിടെയായിരിക്കും, ഒബിയസ്ലി നോർത്ത് ആയിരിക്കും അല്ലേ. അപ്പൊ മറ്റേതെന്താണ്, നോർത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അജീസ് ഷാഡോ. അജിയുടെ നിഴൽ ഏത് ഭാഗത്താ, അജിയുടെ നിഴൽ ഏത് ഭാഗത്താണ് ഉണ്ടാവുക. ഓക്കെ, അജി ഫേസ് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തേക്ക് അല്ലേ, സൂര്യൻ ഉദിക്കുന്ന എവിടെയാ, കിഴക്ക് ഭാഗത്തല്ലേ. അപ്പൊ അജിയുടെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, വെസ്റ്റ് അല്ലേ, പടിഞ്ഞാറല്ലേ. അപ്പൊ നമ്മള് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ നേരെ നോക്കി നിൽക്കുന്ന സമയത്ത് എന്താ, നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ എന്തുണ്ടാവുക, ഷാഡോ, നീളുണ്ടാവുക. നോക്ക്, അവന്റെ പുറകിലല്ലേ. അപ്പൊ അവ പുറകുന്ന ഭാഗം എന്താണ് ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്, യെസ് വെസ്റ്റ് ആണ്, പടിഞ്ഞാറാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, വെസ്റ്റ് ആണ്, പടിഞ്ഞാറ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കിക്കോ, അജി അങ്ങനെ സൂര്യനെ നോക്കി, സൂര്യൻ അവിടെ ഈസ്റ്റിൽ ഉദിച്ചോണ്ടിരിക്കുക, സൂര്യൻ എവിടെയാണ്, ഈസ്റ്റിലാണ്. അപ്പൊ അജി ഇപ്പൊ നേരെ ഫേസ് ചെയ്യുന്ന സൂര്യന്റെ, ഇതിപ്പോ നേരെ അജി ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെന്താ
വെസ്റ്റിലേക്ക് ഇതാ തിരിഞ്ഞു അവൻ നോക്കിക്കുന്നുണ്ട് വെസ്റ്റിലേക്ക് അല്ലെ, പടിഞ്ഞാറോട്ട് ഇപ്പൊ അവൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ദിശ മാറ്റി, അവൻ കിഴക്കുന്ന് മാറി പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുക. സൂര്യന് നേരെയല്ല, അപ്പൊ പടിഞ്ഞാറോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയോ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജീസ് ഫേസിംഗ് ഇൻ പിക്ചർ ബി? ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മുടെ അജി ഇപ്പൊ നിൽക്കുന്നത്? യെസ്, വെസ്റ്റ് ആണ് മക്കളെ. വെസ്റ്റ് ഭാഗത്തിലെ വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത്. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പൊ എന്ത് അജി ഫേസ് ചെയ്യുന്നത്. നോക്കിയോ, ടു വിച്ച് ഡയറക്ഷൻ ഈസ് അജീസ് റൈറ്റ് ഹാൻഡ് സ്ട്രെച്ചഡ് ഔട്ട്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂര്യന് നേരെ നോക്കുന്നത്. നേരത്തെ അവൻ സൂര്യന് നേരെ നോക്കിയിട്ടല്ലേ, സൂര്യന് നേരെ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ കൈ ഇങ്ങനെ നോക്കിക്കുകയാണെങ്കിൽ അവന്റെ എന്താണ്, അവന്റെ റൈറ്റ് ഹാൻഡ് പോകുന്നത് സൗത്തും, മറ്റേതോ ലെഫ്റ്റ് ഹാൻഡ് പോകുന്നത് നോർത്താണ്. അപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അവന്റെ വലത് കൈ എവിടെയായിരിക്കും ഉണ്ടാവുക? നോർത്തിലായിരിക്കും. അവൻ നോർത്തിലാണ് വലത് കൈ ഉണ്ടാവുക കേട്ടോ, നോർത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അവന്റെ മറ്റേ കൈയോ സൗത്തിലുണ്ടാവും അല്ലെ. വലത് കൈ നോർത്തിലാണെങ്കിൽ മറ്റേത് ഇടത് കൈ സൗത്ത് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അവൻ സൂര്യൻ നേരെ നോക്കി നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, നമ്മുടെ അവൻ തിരിഞ്ഞ് വെസ്റ്റിലേക്ക് നോക്കിക്കുമ്പോൾ ഉണ്ടാവുന്നത്. നോക്കിക്കോ, വിച്ച് ഡയറക്ഷൻ ഡസ് അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ്? അപ്പൊ അവന്റെ ഷാഡോ എവിടെയാണുള്ളത്? അവന്റെ ഷാഡോ ഇപ്പൊ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? എവിടെയാണ് കാണാൻ പറ്റുന്നത്? മിസ് നേരത്തെ പറഞ്ഞില്ലേ, സൂര്യൻ ഉദിക്കുന്ന എവിടെയാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക, ഷാഡോ, നിഴലുണ്ടാവുന്ന പറഞ്ഞിട്ടില്ലായിരുന്നോ? ഷാഡോ ഉണ്ടാവുന്ന പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ സൂര്യൻ ഉദിക്കുന്ന ശരിക്കും എന്താണ്, കിഴക്ക് ഭാഗത്താണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെസ്റ്റ് ആണ്. അപ്പൊ അജിയുടെ നിഴൽ എവിടെയുള്ളത്? വെസ്റ്റ് ഭാഗത്ത്. പടിഞ്ഞാറ് തന്നെ ഉണ്ടാവുന്നത് വെസ്റ്റ് ആണ് കേട്ടോ. വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടാവുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ദാറ്റ് അജീസ് ഫേസ്? അജി ഇപ്പൊ നോക്കിക്കുന്നത് എങ്ങോട്ടാ, എവിടെയാടാ? വെസ്റ്റ് ഭാഗത്തോട്ടല്ലേ, പടിഞ്ഞാറ് ഭാഗത്തോട്ടല്ലേ. അപ്പൊ അവന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതായിരിക്കും? അജി വെസ്റ്റ് ഭാഗത്തേക്ക് നോക്കുന്നേ. അപ്പൊ അജിയുടെ ഓപ്പോസിറ്റ് ഏതാ? ഓപ്പോസിറ്റ് ഏതാ? ഇത് വെസ്റ്റ്, അജി ഇപ്പൊ നോക്കിക്കുന്നേ. അപ്പൊ അവന്റെ ഓപ്പോസിറ്റ് ഏതാ? യെസ്, ഈസ്റ്റ് ആണ് അല്ലെ, കിഴക്കാണ് കേട്ടോ. ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്താണ്, സൂര്യൻ ഉദിക്കുന്നത് എന്താ, കിഴക്ക് ഭാഗത്താണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, വെസ്റ്റ് ആണ്. അപ്പോ സൂര്യനെ നേരെ നമ്മൾ നോക്കി നിന്ന് ഇങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് നമ്മുടെ വലത് കൈ സൗത്തും ഇടത് കൈ എന്താണ്, നോർത്തും ആയിരിക്കും. അപ്പൊ അത്രയും മനസ്സിലാക്കി. അവൻ നേരെ വെസ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിലോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.